കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വാട്സപ്പിന് മറ്റൊരു വ്യാജൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു 6 മാസമൊക്കെ ആയി ഉണ്ടാവും, അതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഇൻകോർപ്പറേറ്റഡ്, വാട്സപ്പ് INC എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിന് ഒരു വ്യാജൻ വിലസുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ ഇതപ്പോൾ വാട്സപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. കുറച്ച് കാലമായി ഈ ആപ്ലിക്കേഷൻ നിലവിലുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോസ്, ഇമേജസ്, ചാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് പോലും ഫോണിൽ നിന്ന് എടുക്കുന്നുണ്ട്. പ്രൈവസി ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ആരെങ്കിലും വാട്സപ്പ് പ്ലസ്, അതായത് വാട്സപ്പ് കഴിഞ്ഞിട്ട് പ്ലസ്, ഈ ഒരു വാട്സപ്പ് ഇതിൻ്റെ ലോഗോൻ്റെ കളർ വരുന്നത് ഗോൾഡൻ ആണ്, സാധാ വാട്സപ്പിന് ഗ്രീൻ ആണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ലോഗോ ഉള്ള വാട്സപ്പ് പ്ലസ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ്. വാട്സപ്പിൻ്റെ ഒറിജിനൽ വേർഷൻ യൂസ് ചെയ്യുക, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. അബു എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ഇതൊരു APK ഫയലാണ്. APK ഫയൽ ആകുമ്പോൾ തന്നെ നമ്മൾ 2 വട്ടം ചിന്തിക്കണം നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ്. നിലവിൽ നമ്മുടെ ഫോണിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒറിജിനൽ വേർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വാട്സപ്പിൻ്റെ കസ്റ്റമൈസ്ഡ് വേർഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് വേർഷൻ എന്നാണ് ഈ ഒരു ആപ്പിന് പറയുന്നത്. നമ്മളിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ്, ഒറിജിനൽ വാട്സപ്പ് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഡാറ്റാസ് ബാക്കപ്പ് ചെയ്ത് എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയൊക്കെ വലിയ പ്രൊസീജിയറാണ്, കാരണം രണ്ടും ഒന്നിച്ച് പോവില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. വാട്സപ്പിൻ്റെ ഒറിജിനൽ വേർഷനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ചില ഫീച്ചേഴ്സ് എന്തെങ്കിലും, ഇപ്പോൾ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്ത് വയ്ക്കുക, സ്റ്റാറ്റസ് ഹൈഡ് ചെയ്ത് വയ്ക്കുക, അങ്ങനെ ബ്ലൂടൂത്ത് ഹൈഡ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇതൊക്കെ തന്നെ നമ്മുടെ വാട്സപ്പിൽ ലഭ്യമാണ്. ഇനി എന്തെങ്കിലും വേറെ എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാജ പതിപ്പ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്? ഏത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഈ ഒരു വാട്സപ്പ് പ്ലസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നമ്പറിൽ മാത്രമാണ് വർക്ക് ആവുന്നത്. ഇപ്പോൾ GB വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള വേറെ കുറേ വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഗുണം പറയാം, ഒരേ ഫോണിൽ നിന്ന് 2 നമ്പറിൽ വാട്സപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗോൾഡൻ കളറുള്ള വാട്സപ്പ് പ്ലസിന് അങ്ങനെ പോലും പറയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ നമ്മുടെ ഫോട്ടോസും ചാറ്റും ഒക്കെ ചോർത്തുന്നുണ്ട്. ഇപ്പോൾ പൊതുവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല സോഷ്യൽ മീഡിയ സൈറ്റ്സും, ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ പ്രൈവസി ത്രെറ്റിൻ്റെ കീഴിൽ വരുമ്പോൾ ഇത്തരം അത്ര ഓതൻറ്റിസിറ്റി ഇല്ലാത്ത വാട്സപ്പ് വേർഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇപ്പോൾ കറൻ്റ്ലി ഫോണിൽ ആരെങ്കിലും വാട്സപ്പ് പ്ലസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു അഭിപ്രായം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അനുസരിച്ച് ദയവ് ചെയ്ത് അത് യൂസ് ചെയ്തിരിക്കുക ഫോർ യുവർ സെക്യൂരിറ്റി എന്നുള്ളതാണ് പറയാനുള്ളത്. ഒറിജിനൽ വാട്സപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സേഫായിട്ട് സെക്യൂർ ആയിട്ട് പറ്റും. APK ഫയലല്ല, പ്ലേ സ്റ്റോറിൽ വാട്സപ്പിന് അടിച്ചിട്ടുണ്ടെങ്കിൽ 1 മില്യണിലധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന വാട്സപ്പിൻ്റെ ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു വേർഷൻ ഏതാണോ അത് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു മുന്നറിയിപ്പ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വാട്സപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കണം എന്നുള്ളത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വിൽ മീറ്റ് അഗെയിൻ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.